Hi all, welcome to One's Coaching. Today we are going to discuss the subject operating system. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സബ്ജക്റ്റിലെ മൊഡ്യൂൾ 3 ഒരു ഡെമോ സെഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്, വിർച്വൽ മെമ്മറി. സോ നമുക്ക് വിർച്വൽ മെമ്മറി എന്ന് പറയുന്നത് ഒരു OSനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വിർച്വൽ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, നമുക്ക് വിർച്വൽ, അതായത് നോട്ട് റിയൽ, അതായത് റിയൽ അല്ല ആ മെമ്മറി, അങ്ങനെയുള്ളൊരു മെമ്മറിയാണ് വിർച്വൽ മെമ്മറി എന്ന് പറയുന്നത്. സോ നമുക്ക് വിർച്വൽ മെമ്മറി എന്താണെന്ന് നോക്കാം. So, virtual memory is an operating system memory management technique that creates an illusion of a large continuous main memory for application even when the physical RAM is limited. അതായത് നമ്മളുടെ ഫിസിക്കൽ റാം ലിമിറ്റഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? റാമിന് സ്പേസ് കൂട്ടാൻ പറ്റില്ല, കാരണം റാം നമുക്കൊരു ഫിക്സഡ് സൈസ് ആണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് കുറച്ചുകൂടെ ലിമിറ്റഡ് ആയിട്ട് നമുക്ക് എങ്ങനെ ആ ഒരു സ്പേസ് മാനേജ് ചെയ്യാം, അങ്ങനെ ഒരു കോൺസെപ്റ്റ് വന്നപ്പോഴാണ് നമ്മൾ വിർച്വൽ മെമ്മറിയെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. സോ വിർച്വൽ മെമ്മറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇലൂഷൻ, നമുക്കൊരു ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. എങ്ങനെയാണ് നമുക്കൊരു മെമ്മറി മാനേജ്മെൻറ്റ് എങ്ങനെ നടക്കാം, അല്ലെങ്കിൽ ഒരു സെക്കൻഡറി മെമ്മറിയെ നമ്മുടെ ഒരു പാർട്ടാക്കി എടുത്തിട്ട് അത് എങ്ങനെ നമുക്ക് വിർച്വൽ മെമ്മറി ആക്കി മാറ്റാം. അതൊരു ഇലൂഷൻ, അതായത് യൂസറിന് മനസ്സിലാവില്ല നമ്മളൊരു സെക്കൻഡറി മെമ്മറിയുടെ ഒരു പാർട്ടാണ് യൂസ് ചെയ്യുന്നത്. യൂസർക്ക് എന്താ തോന്നുന്നത്? ഒരു ഫിസിക്കൽ മെമ്മറി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ലാഗോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല. യൂസറിന് ഇൻപുട്ട് കൊടുക്കുമ്പോൾ തന്നെ ഔട്ട്പുട്ട് കിട്ടുന്നു. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ലാഗോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് യൂസറിന് ഒരു ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. എന്ത്? ഇറ്റ് ക്രിയേറ്റ്സ് ആൻ ഇലൂഷൻ ഓഫ് ലാർജ് കണ്ടിന്യൂസ് മെയിൻ മെമ്മറി. അപ്പോൾ യൂസർ വിചാരിക്കുന്ന ആ ലാർജ് കണ്ടിന്യൂസ് മെയിൻ മെമ്മറി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ് യൂസർ വിചാരിക്കുന്നത്. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? വെൻ ദ ഫിസിക്കൽ റാം ഈസ് ലിമിറ്റഡ്. അതായത് നമുക്ക് 3 ടൈപ്പ് മെമ്മറിയാണ് ഉള്ളത്. ഒന്ന് പ്രൈമറി മെമ്മറി, ഒന്ന് പ്രൈമറി മെമ്മറി ഉണ്ട്, നമുക്ക് സെക്കൻഡറി മെമ്മറി ഉണ്ട്. പ്രൈമറി മെമ്മറിയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെയിൻ മെമ്മറി എന്ന് പറയുന്നത്, മെയിൻ മെമ്മറി. സെക്കൻഡറി മെമ്മറിയാണ് നമ്മൾ പെർമനന്റ് മെമ്മറി, അതായത് പെർമനന്റ് ആയിട്ട് സൂക്ഷിച്ചു വെക്കുന്ന കാര്യങ്ങളൊക്കെ സെക്കൻഡറി മെമ്മറിയിലാണ്. അപ്പോൾ നമ്മുടെ ഈ പ്രൈമറി മെമ്മറിയുടെ സ്പേസ് കുറയുമ്പം നമ്മൾ ഈ പാർട്ട് ഓഫ് സെക്കൻഡറി മെമ്മറി വിർച്വൽ മെമ്മറി എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് കുറേ സാധനങ്ങളൊക്കെ വിർച്വൽ മെമ്മറി കൊണ്ടുവയ്ക്കും. അപ്പോൾ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് ഈസിയാണ്. അപ്പോൾ പ്രൈമറി മെമ്മറി സൈസ് തീരുമ്പം ഈ പ്രൈമറി മെമ്മറിയിലുള്ള സാധനങ്ങൾ എടുത്ത് ഇങ്ങോട്ട് മാറ്റും, എന്നിട്ട് അവിടെ നിന്നുള്ള സാധനങ്ങൾ ആവശ്യമുള്ള പേജുകളെടുത്ത് ഇങ്ങോട്ട് മാറ്റും. അങ്ങനെയാണ് ചെയ്യുന്നത്. സോ ബൈ യൂസിങ് ഡിസ്ക് സ്റ്റോറേജ് സ്വാപ്പ് സ്പേസ്, കണ്ടോ, നമ്മൾ സ്വാപ്പിങ്ങിലൂടെ, സ്വാപ്പിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെന്റ്, നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഈ മൂവ് ചെയ്ത് ഇങ്ങോട്ട് മാറ്റും, ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് ഇങ്ങോട്ട് വയ്ക്കും. അപ്പോൾ അങ്ങനെ മൂവ് ചെയ്യുന്നതിലൂടെ to store inactive data, it allows runner large more partially loaded program. It enhances performance, security and multitasking. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ റാമിൻ്റെ സൈസ് കൂട്ടാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഉള്ള സ്പേസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ഇപ്പം നമുക്കൊരു റൂമുണ്ട്, അതിന് ലിമിറ്റഡ് സൈസേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയ സാധനങ്ങളൊന്നും നമുക്ക് വെക്കാനായിട്ട് സ്പേസ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അധികം ആവശ്യമില്ലാത്ത സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ അധികം ഇനിയിപ്പോൾ ഫ്യൂച്ചറിലേക്ക് യൂസ് ചെയ്യാൻ പോവാത്ത, അല്ലെങ്കിൽ നമ്മൾ അധികം ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്ന സാധനങ്ങൾ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഈ പുതിയ സാധനത്തെ എടുത്ത് വെക്കും. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ആ സെയിം സൈസുള്ള റൂം ആണെങ്കിൽ നമുക്കത് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? അല്ലെങ്കിൽ ആ റൂമിൻ്റെ സൈസ് കൂട്ടണം, അത് എക്സ്പെൻസീവാണ്. അതിലും എളുപ്പം നമ്മൾ യൂസ് ചെയ്യാത്ത സാധനങ്ങളെ മാറ്റിയിട്ട് ആവശ്യമുള്ള സാധനങ്ങളെ അതിനകത്തേക്ക് വെക്കുക എന്നുള്ളതാണ് എഫക്റ്റീവ് മെത്തേഡ്. ആ സെയിം സ്ട്രാറ്റജി തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. So virtual memory is a memory management technique used by operating system to give the appearance of large continuous block of memory. So അപ്പോൾ യൂസർ വിചാരിക്കും നമ്മൾ ആ കറക്റ്റ് മെയിൻ മെമ്മറി തന്നെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. പക്ഷേ മെയിൻ മെമ്മറിയിൽ കുറേ സാധനങ്ങൾ ഇങ്ങനെ സ്വാപ്പ് ചെയ്ത് ആവശ്യമുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് മാറ്റുന്നത് കൊണ്ട് നമുക്ക് അത് വേറെ ഡിഫിക്കൽട്ടീസ് ഒന്നും ഉണ്ടാവുന്നില്ല. ആ യൂസറിന് ആ ഒരു ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. ക്ലിയർ? The main idea is to divide the process in pages. Use disk space to move out the page if the space in main memory is required and bring back the pages when needed. ഇത് ശരിക്കും ചെയ്യുന്നത് പേജിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലൂടെയാണ്. പേജിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സിനെ പല പല പേജുകളായിട്ട് ഡിവൈഡ് ചെയ്യും, അല്ലെ? ഇപ്പോൾ ഒരു ബുക്കിനെ തന്നെ പല പല ചാപ്റ്ററുകളായിട്ട് ഡിവൈഡ് ചെയ്തു. ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ചാപ്റ്റർ വേണമെങ്കിൽ ആ ഒരു ചാപ്റ്റർ മാത്രം എടുത്ത് വായിച്ചാൽ പോരെ, അല്ലാതെ ആ ബുക്ക് ഫുൾ വായിച്ചു നോക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പ്രോസസ്സിന് പലതായിട്ട് ഡിവൈഡ് ചെയ്താൽ ആ പ്രോസസ്സിൻ്റെ ആ പർട്ടിക്കുലർ നമുക്ക് ആവശ്യമുള്ള പേജ് മാത്രം എടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ മതി മെയിൻ മെമ്മറിയിലോട്ട്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ മെയിൻ മെമ്മറി ഫുൾ ആവോ ഇല്ല, ആ കറക്റ്റ് ആയിട്ടുള്ള പ്രോസസ്സ് മാത്രം, അല്ലെ ആ പേജ് മാത്രമേ നമുക്ക് എക്സിക്യൂഷൻ ആവശ്യമുള്ളൂ. അപ്പോൾ ആ ഒരു പേജ് മാത്രം നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് വിർച്വൽ മെമ്മറി.
പ്രോഗ്രാം ഡസൻ നീഡ് ടു ബി ഫുള്ളി ലോഡഡ് ഇൻ മെമ്മറി ടു റൺ. കണ്ടോ, പ്രോഗ്രാം എന്ത് ചെയ്യണ്ട, ഫുള്ളായിട്ട് ആ മെമ്മറിയിലേക്ക് എടുത്ത് വെക്കേണ്ട, പല പല പേജുകളായിട്ട് മാത്രം എടുത്തു വെച്ചാൽ മതി. സോ ഓൺലി ദ നീഡഡ് പാർട്സ് ആർ ലോഡഡ്. അപ്പോൾ ആവശ്യമുള്ള പേജ് മാത്രം ലോഡ് ചെയ്താൽ മതി. അല്ലാതെ ആ പ്രോസസ്സ് ഫുള്ളായിട്ട് ലോഡ് ചെയ്യണമെങ്കിൽ അത്രയും സ്റ്റോറേജ് സ്പേസ് വേണം, അത് ലോഡ് ചെയ്യാൻ അത്രയും ടൈം എടുക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇനി പ്രോഗ്രാംസ് ക്യാൻ ബി ബിഗർ ദാൻ ദ ഫിസിക്കൽ മെമ്മറി അവൈലബിൾ ഇൻ ദ സിസ്റ്റം. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ മെമ്മറിയെക്കാട്ടി കുറച്ചും കൂടെ ബിഗ് ആണെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ റാം അല്ലെങ്കിൽ പ്രൈമറി മെമ്മറി സൈസ് 5 GB ആണെന്ന് വെച്ചോ. ഇപ്പോൾ ഒരു പ്രോഗ്രാം 10 GB ഉള്ള പ്രോഗ്രാം ഇതിനകത്തേക്ക് ലോഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിനെ ഇങ്ങനെ പല പല പാർട്സ്, പല പല പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇപ്പോൾ P4 എന്ന് പറഞ്ഞ പേജ് മാത്രം മതിയെങ്കിൽ ആ P4 എന്ന് പറഞ്ഞ പേജ് മാത്രം ഇങ്ങോട്ടേക്ക് വെക്കും. അത് ചിലപ്പോൾ 1 MB 1 GB ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് മാത്രം എടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ എക്സിക്യൂഷൻ എളുപ്പമാവും. വിർച്വൽ മെമ്മറി ക്രിയേറ്റ് ഇലൂഷൻ ഓഫ് ലാർജ് മെമ്മറി. നമ്മുടെ ഒരു ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് യൂസസ് ബോത്ത് റാം ആൻഡ് ഡിസ്ക് സ്റ്റോറേജ്. അപ്പോൾ നമ്മുടെ സെക്കൻഡറി മെമ്മറിയും പ്രൈമറി മെമ്മറിയും കൂടെ ഒരു കമ്പൈൻഡ് ഫോമിനെയാണ് വിർച്വൽ മെമ്മറി എന്ന് പറയുന്നത്. രണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് അലൗ ദ സിസ്റ്റം ടു റൺ മോർ പ്രോഗ്രാം അറ്റ് വൺസ് ആൻഡ് മാനേജ് മെമ്മറി മോർ എഫിഷ്യൻ്റ്ലി. ഇത് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് പ്രോഗ്രാംസിനെയൊക്കെ മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സിൽ എന്താണ് മെമ്മറി, മെയിൻ മെമ്മറി, പ്രൈമറി, സെക്കൻഡറി മെമ്മറി എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇനി ഇതാണ് മെമ്മറി മാപ്പ് ചെയ്യുന്നത്. ഫിസിക്കൽ മെമ്മറി ഉണ്ട്, നമുക്ക് സെക്കൻഡറി മെമ്മറി ഉണ്ട്. ഇതാണ് മെമ്മറി മാപ്പ് ചെയ്യുന്നത്, ഇത് വിർച്വൽ മെമ്മറി. അപ്പോൾ കുറച്ച് ഈ ഫിസിക്കൽ മെമ്മറിയുടെ സെക്കൻഡറി മെമ്മറിയുടെ പാർട്ട് വിർച്വൽ മെമ്മറി ആയിട്ടാക്കി മാറ്റും. ആവശ്യമുള്ള പേജുകൾ, ഫ്രീക്വൻ്റ് യൂസ് ചെയ്ത പേജുകളൊക്കെ നമുക്ക് ആവശ്യാനുസരണം ഇങ്ങോട്ട് മാറ്റാനും തിരിച്ച് സ്വാപ്പ് ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ഹൗ വിർച്വൽ മെമ്മറി വർക്ക്, എങ്ങനെയാണ് വിർച്വൽ മെമ്മറിയുടെ വർക്കിംഗ്? വിർച്വൽ മെമ്മറി യൂസസ് ബോത്ത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ടു മാനേജ് മെമ്മറി. വിർച്വൽ മെമ്മറി എന്താ ചെയ്യുന്നത്? ബോത്ത് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒരേപോലെ തന്നെ മാനേജ് ചെയ്യുന്നു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി വെൻ എ പ്രോഗ്രാം റൺ ഇറ്റ് യൂസസ് വിർച്വൽ അഡ്രസ്. അപ്പോൾ ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പം അത് വിർച്വൽ അഡ്രസ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് 2 തരത്തിലുള്ള അഡ്രസ് ഉണ്ട്, അതായത് വിർച്വൽ അഡ്രസ് ആൻഡ് ഫിസിക്കൽ അഡ്രസ്. വിർച്വൽ അഡ്രസ്സും ഫിസിക്കൽ അഡ്രസ്സും. ഈ ഫിസിക്കൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ മെയിൻ മെമ്മറിയുടെ അഡ്രസ്സാണ്. മെയിൻ മെമ്മറിയുടെ അഡ്രസ്സിനെയാണ് നമ്മൾ ഫിസിക്കൽ അഡ്രസ് എന്ന് പറയുന്നത്. വിർച്വൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ ജനറേറ്റഡ് ബൈ CPU ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സാണ്. CPU ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സാണ് വിർച്വൽ അഡ്രസ്. ഫിസിക്കൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ മെയിൻ മെമ്മറിയുടെ അഡ്രസ്സാണ് ഫിസിക്കൽ അഡ്രസ്. അപ്പോൾ ഒരു പ്രോഗ്രാം മാപ്പ് ചെയ്യുമ്പോൾ വിർച്വൽ അഡ്രസ്സിൽ നിന്ന് ഫിസിക്കൽ അഡ്രസ്സിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. സോ ദ കമ്പ്യൂട്ടർ സിസ്റ്റം കൺവേർട്ട് ദ വിർച്വൽ അഡ്രസ്, കണ്ട ഈ വിർച്വൽ അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ്സിലേക്ക് മാറ്റുന്നു വൈൽ ദ പ്രോഗ്രാം റൺസ്. ആ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ അതിന് വിർച്വൽ അഡ്രസ്സിൽ നിന്ന് മാറ്റി അതിന് ഫിസിക്കൽ അഡ്രസ്സിലേക്ക് മാപ്പ് ചെയ്യുന്നു. ഇങ്ങനെയാണ് വിർച്വൽ മെമ്മറിയുടെ വർക്കിംഗ്. ഇനി ദ ഐഡിയ ബിഹൈൻഡ് ഇംപ്ലിമെന്റിംഗ് വിർച്വൽ മെമ്മറി ഈസ് ടു സ്റ്റോർ ദ പാർട്ട് ഓഫ് ദ പ്രോഗ്രാം ദാറ്റ് ഈസ് കറന്റ്ലി യൂസ് ഫിസിക്കൽ മെമ്മറി ആൻഡ് കീപ് ദ റെസ്റ്റ് ഓഫ് ദ പ്രോഗ്രാം ഇൻ ഹാർഡ് ഡിസ്ക്. ഇതിന്റെ മെയിൻ ഐഡിയ എന്താണ്? നമുക്ക് ആവശ്യമുള്ള പ്രോസസ്സിനെ മൊത്തം എടുത്ത് ലോഡ് ചെയ്യാതെ മെയിൻ മെമ്മറിയിലേക്ക് കൊണ്ടുവരാതെ നമുക്ക് ആവശ്യമുള്ള പാർട്ട് മാത്രം മെയിൻ മെമ്മറിയിലേക്ക് കൊണ്ടുവരികയും ബാക്കിയുള്ള പാർട്സിനെ അവിടെ തന്നെ റിമെയിൻ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ വിർച്വൽ മെമ്മറിയുടെ മെയിൻ ഐഡിയ. When process need to access a part of the program, the OS will check the page table to see if the page is in physical memory of node. അതായത് നമ്മളിപ്പം ഇതാണ് ഒരു പ്രോസസ്സ്. P എന്ന് പറഞ്ഞ പ്രോസസ്സിനെ നമ്മൾ കുറേ ആയിട്ട് ഡിവൈഡ് ചെയ്തു. P1 പേജുകൾ, P2, P3, P4 4 പേജുണ്ട്. P എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് അല്ലെങ്കിൽ P എന്ന് പറയുന്ന ഒരു ബുക്കിന് 4 ചാപ്റ്ററുകളുണ്ട്. നമുക്ക് ഈ P3 എന്ന് പറഞ്ഞ ചാപ്റ്റർ മാത്രം മതിയെങ്കിൽ നമുക്കത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഈ മെയിൻ മെമ്മറിയിൽ എന്ത് മാത്രം കൊണ്ടുവന്നാൽ മതി? ഇതാണ് പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ മെയിൻ മെമ്മറി. ആ P3 എന്ന് മാത്രം ഉള്ളത് മാത്രം കൊണ്ടുവന്നാൽ മതി. ഈ P3 ഇവിടെ വന്നു എന്ന് നമുക്ക് അറിയണം. അല്ലെങ്കിൽ മെയിൻ മെമ്മറിയിൽ ആരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇനിയും P3 അന്വേഷിക്കുമ്പോൾ P3 എവിടെയാണെന്ന് അറിയണമെങ്കിൽ നമ്മളൊരു പേജ് ടേബിൾ എന്ന് പറയുന്ന ഒരു ഇത് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിനകത്ത് അപ്ഡേറ്റ് ചെയ്ത് വെക്കും P3 എവിടെയുണ്ട്, നമ്മുടെ മെയിൻ മെമ്മറിയിൽ ഉണ്ട് എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്ത് വെക്കും. ഏതൊക്കെ സാധനങ്ങൾ മെയിൻ മെമ്മറിയിലേക്ക് വന്നാലും ഏതൊക്കെ പേജുകൾ മെയിൻ മെമ്മറിയിൽ വരുന്നോ ആ പേജുകളെ നമ്മൾ പേജ് ടേബിളിലേക്ക് അപ്ഡേറ്റ് ചെയ്യും. മെയിൻ മെമ്മറിയിൽ നിന്ന് അതിനെ എടുത്ത് സെക്കൻഡറി മെമ്മറിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ ഒരു ഇത് ഡിലീറ്റ് ചെയ്യും. അപ്പോൾ P3 ഇവിടെ വരുമ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്തു, P3 ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇത് ഡിലീറ്റ് ചെയ്ത് കളയും, ആ ഒരു എൻട്രി ഡിലീറ്റ് ചെയ്ത് കളയും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പേജ് ടേബിൾ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ ഈ മെമ്മറി മൊത്തം നോക്കണം, ഈ P3 എവിടെ വന്നിട്ടുണ്ടോ. ഇതാകുമ്പോൾ റീസെൻ്റ്ലി വന്ന പേജുകളൊക്കെ ഇവിടെ കിടക്കും, അപ്പോൾ അത് മാത്രം നോക്കിയാൽ മതി.
ഇഫ് ദ പേജ് ഈസ് ഇൻ ഫിസിക്കൽ മെമ്മറി ദ CPU ക്യാൻ ഡയറക്ട്ലി ആക്സസ് ഇറ്റ്. അപ്പോൾ ഫിസിക്കൽ മെമ്മറിയിലുണ്ടെങ്കിൽ CPU ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് പറ്റും, അല്ലെങ്കിൽ പേജ് ഫോൾട്ട് എന്ന് പറഞ്ഞ ഒരു ടെക്നിക്ക് ഉണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സെഷനിൽ പറയുന്നുണ്ട്. So the OS will load the page from the hard disk into physical memory and update the page table. അപ്പോൾ അങ്ങനെ പേജ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹാർഡ് ഡിസ്കിൽ നിന്ന് അത് എടുത്തുകൊണ്ട് വന്ന് ആ പേജ് എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ഈ ഫിസിക്കൽ മെമ്മറിയിലേക്ക് കൊണ്ടുവയ്ക്കണം. ക്ലിയർ? ഇനി അടുത്തത് വൈൽ ലോഡിങ് എ ന്യൂ പേജ് ഇൻ ടു ഫിസിക്കൽ മെമ്മറി. ഒരു പുതിയ പേജ് നമുക്ക് ഫിസിക്കൽ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യണമെങ്കിൽ ഇഫ് ദ സ്പേസ് ഈസ് ഫുൾ ദ OS വിൽ യൂസ് എ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം ടു ഡിസൈഡ് വിച്ച് പേജ് ടു റിമൂവ് മേക്ക് സ്പേസ് ഫോർ ന്യൂ പേജ്. അതായത് ഇപ്പോൾ P3 എനിക്ക് ഇവിടെ കൊണ്ട് വെക്കണം, പക്ഷേ P3 വെക്കാൻ ഇവിടെ P3 ഫുള്ളാണ്, അല്ല ഈ മെമ്മറി ഫുള്ളാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന വേറെ ആരെങ്കിലും എന്ത് ചെയ്യണം, എനിക്ക് മാറ്റിയാലാണ് ഈ P3 വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർ ആരെ മാറ്റണം, ഏത് ഫ്രെയിമിനെ അല്ലെങ്കിൽ ഏത് പേജിനെ മാറ്റണം എന്ന് തീരുമാനിക്കുന്നത് കുറച്ച് പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതംസ് ആണ്. അതിൽ ഏത് പേജിനെയാണ് മാറ്റേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അത് നമുക്ക് സെഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. നമുക്ക് 4 തരത്തിലുള്ള പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം വിത്ത് എക്സാമ്പിൾ നമ്മൾ പറയുന്നുണ്ട്. അടുത്തത് ടൈപ്സ് ഓഫ് വിർച്വൽ മെമ്മറി. ഇൻ എ കമ്പ്യൂട്ടർ വിർച്വൽ മെമ്മറി ഈസ് മാനേജ്ഡ് ബൈ മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ്. കമ്പ്യൂട്ടറിൽ വിർച്വൽ മെമ്മറി മാനേജ് ചെയ്യുന്നത് MMU മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ് ആണ്, which is often built into CPU. CPU generate virtual address that MMU translate into physical address. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു CPU ഒരു അഡ്രസ്സ് ജനറേറ്റ് ചെയ്യും, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വിർച്വൽ അഡ്രസ് എന്ന് പറയുന്നത്. ആ വിർച്വൽ അഡ്രസ്സിനെ നമുക്ക് എങ്ങനെയാക്കണം, ഫിസിക്കൽ അഡ്രസ്സാക്കി മാറ്റണം. അത് ചെയ്യുന്നത് ഈ MMU എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ്. MMU എന്ന് പറഞ്ഞൊരു ഹാർഡ്വെയർ, ഒരു ചിപ്പ് പോലത്തെ സ്ട്രക്ചറാണ്. ആ മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ് ആണ് ഈ വിർച്വൽ അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ്സാക്കി മാറ്റി അത് എവിടെ റാമിൽ കൊണ്ടുവയ്ക്കണം എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഈ P3 എന്ന് പറഞ്ഞ പേജ് അതൊരു വിർച്വൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്തു. ആ വിർച്വൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്ത് ഞാൻ ഇനി ഇപ്പോൾ പ്രൈമറി മെമ്മറി കൊണ്ടുവയ്ക്കാൻ പറ്റില്ല, റാമിൽ കൊണ്ടുവയ്ക്കാൻ പോവാ. ആ റാമിൽ കൊണ്ട് വെക്കുമ്പോൾ അതിനൊരു അഡ്രസ്സ് വേണ്ടേ. ഇപ്പം റാം ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സാണ് ഒരു അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ വിർച്വൽ അഡ്രസ്സിൽ നിന്ന് ഈ പ്രൈമറി മെമ്മറിയിൽ ഇരിക്കുമ്പോഴുള്ള അഡ്രസ്സിനെ മാറ്റുന്ന ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് MMU എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. ഇനി വിർച്വൽ മെമ്മറിയിൽ 2 കോൺസെപ്റ്റ് ആണ്, പേജിങ്ങും സെഗ്മെന്റേഷനും. വിർച്വൽ മെമ്മറി യൂസ് ചെയ്യുന്ന 2 കോൺസെപ്റ്റ് ആണ് പേജിങ് ആൻഡ് സെഗ്മെന്റേഷൻ. പേജിങ് ആണ് ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞത്. പേജിങ് ഡിവൈഡ് ദ മെമ്മറി ഇൻ ടു സ്മോൾ ഫിക്സഡ് സൈസ് ബ്ലോക്ക് കോൾഡ് പേജസ്. അതായത് ഒരു പ്രോസസ്സിനെ നമ്മൾ പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. വെൻ ദ കമ്പ്യൂട്ടർ റൺസ് ഔട്ട് ഓഫ് റാം, അതായത് റാമിലൊന്നും സ്പേസ് ഇല്ലെങ്കിൽ നമ്മൾ ആ പർട്ടിക്കുലർ ആ പ്രോഗ്രാമിനെ ഫുൾ എടുത്ത് ലോഡ് ചെയ്യില്ല, നമ്മൾ ആവശ്യമുള്ള പേജുകളെ മാത്രമേ ലോഡ് ചെയ്യുള്ളൂ. ദ സ്വാപ്പ് ഫയൽ ആക്ട് ആസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് റാം. എന്നിട്ട് ഇതിനെ നമ്മൾ സ്വാപ്പ് ചെയ്ത് അങ്ങോട്ട് മാറ്റുമല്ലോ, അതായത് ആവശ്യമുള്ളതിന് ഇങ്ങോട്ടും ബാക്കി ആവശ്യമില്ലാത്തതിനെ വേറൊരു ഫയലിലോട്ട് മാറ്റും. ആ ഫയലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്വാപ്പ് ഫയൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പിന്നെ അതായത് പ്രൈമറി മെമ്മറിയിൽ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. നമുക്ക് P3 എന്ന് പറഞ്ഞ പേജിനെയാണ് ഇവിടെ വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് P1 ആവശ്യമില്ലെങ്കിൽ P1 എടുത്തൊരു സ്വാപ്പ് ഫയലിലോട്ട് വയ്ക്കും. അതിനെയാണ് സ്വാപ്പ് ഫയൽ എന്ന് പറയുന്നത്. അതായത് ആവശ്യമില്ലാത്തതിനെ വേറൊരു ഫയലിലോട്ട് കൊണ്ടുവയ്ക്കണമല്ലോ, അതിനെയാണ് സ്വാപ്പ് ഫയൽ. പിന്നെ പേജ് ഇസ് നീഡഡ് അഗെയിൻ ഇറ്റ് ഈസ് സ്വാപ്ഡ് ബാക്ക് ഇൻ ടു മെമ്മറി. ഇനി P1 ആവശ്യമുള്ള സമയത്ത് അതിനെടുത്ത് എന്ത് ചെയ്യും, തിരിച്ച് ഇങ്ങോട്ടും വെക്കും. ആ ഒരു പ്രോസസ്സിനെയാണ് സ്വാപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് ഇവിടുന്ന് എടുത്ത് അങ്ങോട്ടും അവിടുന്ന് എടുത്ത് ഇങ്ങോട്ടും വെക്കുന്ന പ്രോസസ്സിനെയാണ് സ്വാപ്പിംഗ് എന്ന് പറയുന്നത്. ദിസ് എൻഷുർ ദാറ്റ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻ ഹാവ് ഇനഫ് മെമ്മറി ടു റൺ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, നമുക്ക് ഇവിടെ ഇനഫ് മെമ്മറി ഉണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റുന്നതുകൊണ്ട് മെമ്മറി ഒരിക്കലും ഷോർട്ട് അല്ലെങ്കിൽ ലിമിറ്റഡ് ആയി പോകുന്നില്ല. അടുത്തത് എന്താണ്, പേജ് ആൻഡ് ഫ്രെയിം. പേജ് ഈസ് എ ഫിക്സഡ് സൈസ് ബ്ലോക്ക് ഓഫ് ഡേറ്റ. പേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫിക്സഡ് സൈസ് ബ്ലോക്ക് ഓഫ് ഡേറ്റ, ഒരു കറക്റ്റ് ഫിക്സഡ് സൈസ് ആണ് ഇൻ വിർച്വൽ മെമ്മറി. ആൻഡ് ഫ്രെയിം ഈസ് എ ഫിക്സഡ് സൈസ് ബ്ലോക്ക് ഓഫ് ഫിസിക്കൽ മെമ്മറി. ഫ്രെയിം എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിക്സഡ് സൈസ് ഫിസിക്കൽ മെമ്മറിയാണ്. ആൻഡ് ദീസ് പേജസ് ആർ ലോഡഡ്. അതായത് നമ്മുടെ ഫിസിക്കൽ മെമ്മറിയെ ഡിവൈഡ് ചെയ്തേക്കുന്നത് എന്താണ്, ഫ്രെയിംസ് എന്നാണ്. എന്താണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്, ഫ്രെയിംസ്. ഫിസിക്കൽ മെമ്മറി പറയുന്ന പേരെന്താണ്, ഫ്രെയിംസ്. വിർച്വൽ മെമ്മറി ഡിവൈഡ് ചെയ്തേക്കുന്നത് എങ്ങനെയാണ്, വിർച്വൽ മെമ്മറിയെ പേജസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. പേജസ്, ഇത് വിർച്വൽ മെമ്മറി, ഇത് ഫിസിക്കൽ മെമ്മറി. ഫിസിക്കൽ മെമ്മറിയെ ഫ്രെയിംസ് ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, വിർച്വൽ മെമ്മറിയെ പേജസ് ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. തിങ്ക് ഓഫ് എ പേജ് ആസ് എ പീസ് ഓഫ് പസിൽ വൈൽ എ ഫ്രെയിം ആസ് എ സ്പോട്ട് വെർ ഇറ്റ് ഫിറ്റ്സ് ഓൺ ദ ബോർഡ്. അതായത് നമ്മളുടെ ഇത് രണ്ടും ഫിക്സഡ് സൈസാണ്. ഇതും സെയിം സൈസാണ്, ഇതും സെയിം സൈസാണ്. ഫിക്സഡ് സൈസിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അതായത് നമുക്ക് ഇവിടുത്തെ ഒരു പേജിനെ P1 എന്ന് പറയുന്ന ഒരു പേജിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇതിൻ്റെ സൈസ് ഇതിൻ്റെ സൈസ് സെയിം ആണെങ്കിലല്ലേ എനിക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഫിക്സഡ് സൈസ് എന്ന് പറഞ്ഞത്.
അപ്പോൾ അത് നമ്മൾ ഇവിടുന്ന് എടുത്തൊരു സാധനത്തെ വെക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഇവിടെ എന്ത് ചെയ്യണം, ഫിസിക്കൽ മെമ്മറിയിൽ ഫിറ്റ് ആയിരിക്കണം. When a program run, its pages are mapped to available frames, so the program can run even if program size is larger than physical memory. So, ഇങ്ങനെ പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പ്രോഗ്രാമിൻ്റെ സൈസ് വലുതാണെങ്കിൽ ഈ പേജുകൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് വർക്കിംഗ് നടത്താനായിട്ട് സാധിക്കും. സോ അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. ക്ലിയർ? അടുത്തതാണ് സെഗ്മെൻറ്റേഷൻ. സെഗ്മെൻറ്റേഷൻ ഡിവൈഡ് ദ വിർച്വൽ മെമ്മറി ഇൻറ്റു സെഗ്മെന്റ്സ്. നമ്മൾ നേരത്തെ പേജുകളായിട്ട് വിർച്വൽ മെമ്മറി ഡിവൈഡ് ചെയ്ത പോലെ സെഗ്മെന്റുകളായിട്ട് വേണമെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. സോ സെഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ വിർച്വൽ മെമ്മറി എന്ത് ചെയ്യും, പല പല പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിന് നമ്മൾ പറയുന്നതാണ് സെഗ്മെന്റ്സ്. ദ സിസ്റ്റം യൂസ്ഡ് എ സെഗ്മെന്റ് ടേബിൾ. അപ്പോൾ അതിന് നമുക്ക് സ്റ്റാറ്റസ് ഒക്കെ അറിയാൻ വേണ്ടി ഒരു സെഗ്മെന്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യും. സെഗ്മെന്റ് നമ്മൾ പേജിനെ നോക്കാൻ വേണ്ടി പേജ് ടേബിൾ ക്രിയേറ്റ് ചെയ്ത പോലെ സെഗ്മെന്റിന്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, സെഗ്മെന്റ് ടേബിൾ ഉണ്ടാകും. സെഗ്മെന്റ്സ് ആർ മാപ്ഡ് ഇൻ ടു പ്രോസസ് അഡ്രസ് സ്പേസ് ഓൺലി വെൻ നീഡ്. അപ്പോൾ ഈ പേജിന് പകരം ഓരോ സെഗ്മെന്റുകളായിട്ടായിരിക്കും ഈ ഫിസിക്കൽ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്നത്. ഇനി കീ ഫീച്ചേഴ്സ് ഓഫ് സെഗ്മെന്റേഷൻ. സെഗ്മെന്റേഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? വേരിയബിൾ സൈസ്ഡ് ഡിവിഷൻ. അതായത് പേജ് ഞാൻ പറഞ്ഞു സൈസ് ഫിക്സഡ് ആണ്, പക്ഷെ ഇവിടെ അങ്ങനെയല്ല, വേരിയബിൾ സൈസ് ആണ്. വേരിയബിൾ സൈസ് ആയിരിക്കും ഇവിടെ. അടുത്തത് ലോജിക്കൽ ഡിവിഷൻ ഓഫ് മെമ്മറി. സെഗ്മെന്റ് റെപ്രസെന്റ് മീനിങ് യൂണിറ്റ്സ് ലൈക്ക് കോഡ്, സ്റ്റാക്ക്, ഡേറ്റ. ചുമ്മാ അങ്ങ് ഡിവൈഡ് ചെയ്യല്ല, ഓരോ മീനിങ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതിനകത്തൊരു കോഡ് ഉണ്ടാവും, സ്റ്റാക്ക്, ഡേറ്റ പാർട്ട്, അങ്ങനെ പല പല പാർട്സ് ഓരോ സെഗ്മെന്റ്സിനകത്തും ഉണ്ടാവും. ഇങ്ങനെ ഓരോ സെഗ്മെന്റ്സിനകത്തും കോഡ്, ഡേറ്റ, സ്റ്റാക്ക് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാവും. പിന്നെ 2 പാർട്ട് അഡ്രസ്, ലോജിക്കൽ അഡ്രസ്. അതിനകത്ത് രണ്ട് പാർട്ട് അഡ്രസ് ഉണ്ടാവും. ലോജിക്കൽ അഡ്രസ്സും ഉണ്ടാവും, ഫിസിക്കൽ അഡ്രസ്സും ഉണ്ടാവും. ഇനി പ്രൊട്ടക്ഷൻ ആൻഡ് ഷെയറിങ്. ഡിഫറെൻറ്റ് സെഗ്മെന്റ് ക്യാൻ ഹാവ് ആക്സസ്. അതായത് നമ്മുടെ റീഡ് ആണോ, റൈറ്റ് ആണോ, എക്സിക്യൂട്ട് ആണോ, അങ്ങനെയുള്ള ആക്സസ് പെർമിഷൻസ് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സെക്യൂരിറ്റി എൻഷുർ ചെയ്യും. ഇപ്പോൾ റീഡ് ഉള്ള സ്ഥലത്ത് റൈറ്റ് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള പെർമിഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യാൻ പറ്റും. അടുത്തത് നോ ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ. അവിടെ എന്താണ്, ഇന്റേണൽ ആയിട്ട് ഫ്രാഗ്മെന്റേഷൻ ഒന്നും ഉണ്ടാവുന്നില്ല. സിൻസ് സെഗ്മെന്റ്സ് ആർ നോട്ട് ഫിക്സഡ് ഇൻ സൈസ്. ഫിക്സഡ് സൈസ് അല്ലാത്തതുകൊണ്ട് ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ ഉണ്ടാവുന്നില്ല. അടുത്തത് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ ക്യാൻ ഒക്കർ വെൻ ഫ്രീ മെമ്മറീസ് ഡിവൈഡ് ഇൻ സ്മോൾ സ്കാറ്റേർഡ് ബ്ലോക്സ്. അതായത് ഫ്രീ മെമ്മറി ഇങ്ങനെ സ്മോൾ സ്കാറ്റേർഡ് ബ്ലോക്സ് ആയത് കാരണം എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ ഉണ്ടാവുന്നില്ല. അതാണ് സെഗ്മെന്റേഷൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിർച്വൽ മെമ്മറിയെ കുറിച്ചാണ് പറഞ്ഞത്. വിർച്വൽ മെമ്മറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്രിയേറ്റ്സ് ആൻ ഇലൂഷൻ ഓഫ് ലാർജ് കണ്ടിന്യൂസ് ബ്ലോക്ക് ഓഫ് മെമ്മറി. ഒരു ലാർജ് കണ്ടിന്യൂസ് ബ്ലോക്ക് ഓഫ് മെമ്മറി നമ്മൾ യൂസ് ചെയ്യാന്നുള്ള ഒരു ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി നമുക്ക് ആ മെമ്മറി സൈസ് ഇപ്പോൾ റാം ഫുൾ ആകുമ്പോഴൊക്കെയാണ് നമ്മൾ വിർച്വൽ മെമ്മറി യൂസ് ചെയ്യുന്നത്. പിന്നെ അത് 2 ടൈപ്സ് ഉണ്ട്, പേജിങ്ങും സെഗ്മെന്റേഷനും. ആ 2 ടൈപ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. വിത്ത് ദിസ് ഐ ആം കൺക്ലൂഡിംഗ് ദിസ് സെഷൻ. താങ്ക് യു. കീപ് വാച്ചിങ് വൺസ്.